48 രാജ്യങ്ങളിൽ നിന്നായി 200ഓളം പ്രദർശകരാണ് കിങ്ഡം ടവറിലെ ഫോർ സീസൺ ഹോട്ടലിൽ നടക്കുന്ന റിയാദ് ട്രാവൽ ആൻഡ് ടൂറിസം ഫെയറിൽ പങ്കെടുക്കുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പുറമെ ഓസ്ട്രേലിയ, സിംഗപ്പൂർ, മൗറീഷ്യസ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാന പവലിയനുകൾ ഒരുക്കിയത്. ഇപ്പോൾ അറബികൾ സന്ദർശിക്കാൻ കൂടുതലായി ഇഷ്ടപ്പെടുന്ന ശ്രീലങ്ക വലിയ പവലിയനാണ് ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള ഗേറ്റ് വേ മലബാർ ഹോർഡിംഗ്സ് ആണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന ഏക സ്ഥാപനം. കേരളത്തിൽ സന്ദർശനം നടത്തുന്നതിന് സൗദികൾക്ക് വലിയ താൽപ്പര്യമാണുള്ളതെന്ന് മലബാർ ഹോർഡിംഗ്സ് പ്രതിനിധികൾ പറഞ്ഞു. ടൂറിസം സ്പോട്ടുകളിലെ ട്രാവൽ ഏജൻസികളും വിമാന കമ്പനികളും ഒരുമിക്കുന്ന ഫെയറിൽ വിദേശ സഞ്ചാരത്തിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരാനുള്ള കാരണം ഒരു വിദേശയാത്ര പോകണമെന്നൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ രാജ്യത്തുള്ള സ്റ്റോൾ അവിടെ ഉണ്ടാവും, അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും കിട്ടും. അതുകൊണ്ട് ഒന്ന് വന്നു നോക്കാമെന്ന് വിചാരിച്ച് വന്നപ്പം വളരെയധികം തൃപ്തിയായി. ഒരുവിധം എല്ലാ രാജ്യത്തിൻ്റെയും കൗണ്ടറുണ്ട്, എല്ലാ എയർലൈൻസിൻ്റെ ഉണ്ട്, ടൂറിസം ഡെവലപ്മെൻറ്റ് എല്ലാ സ്ഥലത്തിൻ്റെ ഉണ്ട്. കഴിഞ്ഞ വർഷം 14,000 സന്ദർശകരാണ് മേളയ്ക്കെത്തിയത്. ഇത്തവണ 20,000 പേർ സന്ദർശിക്കുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ് അറബികൾ കൂടുതലായി വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്താറുള്ളത്. ഇത് മുമ്പിൽ കണ്ട നിരവധി രാജ്യങ്ങളും സ്ഥാപനങ്ങളും വിപണന തന്ത്രവുമായി മേളയ്ക്കെത്തിയപ്പോൾ ഇന്ത്യയുടെ സാന്നിധ്യം കുറഞ്ഞത് ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ചൊവ്വാഴ്ച ആരംഭിച്ച മേള വെള്ളിയാഴ്ച സമാപിക്കും. വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെ സൗജന്യമായി മേള സന്ദർശിക്കാം. മീഡിയ 1, റിയാദ്.